നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ലിവർ ഡിസീസിനെ പറ്റിയാണ്. അപ്പോൾ ലിവർ ഡിസീസ് പറയുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ഫാക്ടറി, നമ്മുടെ ഒരു ഹ്യൂമൻ ഫാക്ടറി എന്ന് പറയുന്നത് ലിവറാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ സിന്തസൈസ് ചെയ്യുന്നത്, അതായത് ക്രമീകരിക്കുന്നത് മുഴുക്കുകയും ഒരു ഫാക്ടറിയിൽ എന്തെല്ലാം നടക്കുന്നത് അതെല്ലാം നമ്മുടെ ലിവറിനകത്താണ് നടക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഈ വലിയൊരു സബ്ജക്റ്റാണത്. ഞാൻ അതിൻ്റെ ഈ പ്രധാനമായിട്ട് നമുക്ക് ലിവറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഫാറ്റി ലിവർ തൊട്ട് ക്യാൻസർ ഓഫ് ദ ലിവർ വരെയും നമുക്ക് വരാൻ സാധ്യതയുണ്ട്, പല കാരണങ്ങൾ കൊണ്ടും. അപ്പം ഈ ലിവറിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫാറ്റി ലിവറാണ്. ഈ ഫാറ്റി ലിവർ എങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ, പ്രത്യേകിച്ച് ഫാറ്റ് ഉള്ള ആഹാരം, കൊഴുപ്പുള്ള ആഹാരം കഴിക്കുന്നതിൻ്റെ നല്ലൊരു അംശം ഈ ലിവറാണ് ഇതിൻ്റെ എല്ലാം ഇതിനെ ശരിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏത് ആഹാരം കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിന് ദോഷവശമല്ലാത്ത രീതിയിലൊക്കെ മാറ്റേണ്ടത് ലിവറിൻ്റെ ഒരു ചുമതലയാണ്. ഉദാഹരണം, കൂടുതൽ നമ്മൾ ഫാറ്റ് കഴിക്കുകയാണെങ്കിൽ ഈ ഫാറ്റി ലിവർ ആണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഈ ഫാറ്റി ലിവർ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിൽ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റേറിയൻസ് ഫാറ്റി ലിവർ വളരെ ചുരുക്കമായിട്ടേ വരാറുള്ളൂ. ഇല്ലെന്നുള്ളതല്ല, വരുന്നുണ്ട്. അതേസമയം ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഫാറ്റി ലിവർ കോമൺ ആണ്. ഇല്ലാത്ത ആളുകൾ ആരും ഇല്ല. അത് മെയിലായാലും ഫീമെയിലായാലും, ഈവൻ കൊച്ചു കുട്ടികൾ വരെയും നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അത് ആഹാര രീതി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ഫാറ്റി ലിവർ നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ ചില ഡോക്ടേഴ്സ് പറയുന്നത് കുഴപ്പമില്ല, എല്ലാവർക്കും ഉള്ളതാണ്, കൊണ്ടിപ്പോൾ നമ്മൾ വലുതായിട്ട് വരണ്ട, അത് വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ മതിയാവും. പക്ഷേ അത് പോരാ. ഫാറ്റി ലിവർ വരുമ്പോൾ തന്നെ നമ്മളത് മാറ്റിയെടുക്കണം. ഈ ഫാറ്റി ലിവർ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് സിറോ ഓഫ് ദ ലിവർ ആയിട്ട് വരും. അത് കുറച്ചുകൂടെ കട്ടിയാവും. അത് നമ്മൾ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് ക്യാൻസറായിട്ട് വരെയും ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ വലിയൊരു സോക്കേട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ സിറോ ഓഫ് ദ ലിവർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലിവർ കട്ടിയാവുകയാണ്. അപ്പോൾ ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശേഖരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലിവർ പെട്ടെന്ന് ഒരു ഉത്തേജനം കിട്ടി പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ്. ഇപ്പോൾ ഉദാഹരണം, ലിവറിൻ്റെ ഒരു കാൽഭാഗമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദോഷമൊന്നുമില്ല. ചെറിയ ആളുകളുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ളായിട്ടല്ലല്ലോ. ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഇപ്പം ആരുടെയെങ്കിലും ഒരു 4/1 ലിവർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അത് അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ളൊരു അവയവമാണത്. പക്ഷെ നമ്മൾ ലിവറിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ലിവർ നമ്മളെ വളരെ സൂക്ഷിക്കും. അപ്പോൾ ഇത് സീറോ ഓഫ് ദൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ വരും. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഫാറ്റി ലിവർ വരുമ്പോൾ തന്നെ നമ്മളത് സൂക്ഷിക്കണം. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഇതേ ഉള്ളൂ. കഴിയുന്നതും ഈ ഫാറ്റി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ അഥവാ ഒഴിവാക്കാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ ക്രമമായിട്ട് കഴിക്കുക. അപ്പോൾ ഉദാഹരണം, ചെറിയ ആൾ ഈ ബീഫൊക്കെ ഒരു ക്രമത്തിലധികം കഴിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓയിലി ഫുഡ്, ഈ മാർക്കറ്റിലൊക്കെ ഉണ്ടല്ലോ കുഴിമന്തി അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ ഈ രുചിക്ക് വേണ്ടി കഴിക്കും. പക്ഷേ രുചി വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ലിവറിനെ മുഴുവൻ ഡാമേജ് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാകാൻ എപ്പോഴും സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏത് സോക്കേട് വന്നു കഴിഞ്ഞാലും അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് ഈ മലം പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ മലബന്ധം ഉണ്ടാവാതെ സൂക്ഷിക്കുക. ഏത് സോക്കേടായാലും കുഴപ്പമില്ല. അപ്പോൾ അത് മലം സുഗമമായിട്ട് പോകത്തക്ക രീതിയിലുള്ള മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഇപ്പോൾ അതുപോലെ നോൺ വെജ് കഴിക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നില്ല, കഴിച്ചാലും കുഴപ്പമില്ല. എന്നിരുന്നാൽ തന്നെ നമ്മൾ ദിവസേന ഫ്രൂട്ട്സ് കഴിച്ചിരിക്കണം. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ കഴിയുന്നതും ഈ നാടൻ ഫ്രൂട്ട്സ് കിട്ടിയ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉദാഹരണം, പപ്പയ വലിയ കുഴപ്പമില്ലാത്തതാണ്, വലിയ മായമില്ലാത്തതാണ്. അതുപോലെ തന്നെ പേരയ്ക്ക, പിന്നെ അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളാകുമ്പോഴത്തേക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോ, അതും വളരെയൊക്കെ ഹാർട്ടിനും ലിവറിനും എല്ലാത്തിനും നല്ലതാണത്. അപ്പോൾ അങ്ങനെ ഫാറ്റി ലിവർ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വിപത്ത്, ക്യാൻസർ വരെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആഹാര സാധനത്തിൽ ഏറ്റവും പ്രധാനം ഫ്രൂട്ട് ജ്യൂസുകളും മാക്സിമം കഴിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അഥവാ നോൺ വെജ് കഴിച്ചാൽ പിന്നെ അതുപോലെ തന്നെ ഈ സ്മോക്കിംഗ് പ്രധാന ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ, അമിതമായിട്ട് ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഫാറ്റി ലിവർ ഉണ്ടാവാം, സിർ ഓഫ് ദ ലിവർ ഉണ്ടാവാം, ക്യാൻസർ ഓഫ് ദ ലിവർ ഉണ്ടാവാം. അപ്പോൾ ഇതിനെ മാക്സിമം നമ്മൾ കുറയ്ക്കുക. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെയും ഒഴിവാക്കുക. ഇതിന് പകരമായിട്ട് ബൈപ്പാസ് ഇറക്കി പകരം പിന്നെ നമ്മൾ ലേസർ തെറാപ്പി, അതുപോലെ തന്നെ കെലീഷൻ തെറാപ്പിയും കൊടുക്കാം. എൻ്റെ പ്രമാദമായ പേഷ്യൻസ് KR നാരായണൻ സാർ, നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ്, നമ്മുടെ മാർത്താണ്ഡ മഹാരാജാവ്, പിന്നെ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് ഫോർമർ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോർട്ടർ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യുക.